കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ എൻഐഎ കോടതിയുടെ വിധി ഉടൻ വരും. ജഡ്ജി കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വിധി വരുന്നതാണ്. ജാമ്യം ലഭിക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് കേരളമുള്ളത്. കാരണം കന്യാസ്ത്രീകൾ ഇത്ര ദിവസമായി 8-9 ദിവസമായിട്ട് ജയിലിൽ കഴിയുകയാണ്. ഇതിൽ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെ ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ചാർത്തിയായിരുന്നു ഛത്തീസ്ഗഡ് പോലീസ് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തിരുന്നത്. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയോടെ കേരളം ഇരിക്കുന്നു എന്നുള്ളതാണ്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ എൻഐഎ കോടതിയാണ് വിധി പറയാനിരിക്കുന്നത്. വിധി ലഭിക്കുമോ ഇല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം പ്രോസിക്യൂഷൻ ഇന്നലെ ജാമ്യത്തെ എതിർത്തിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഛത്തീസ്ഗഡ് BJP ഇന്ന് രാവിലെ ഒരു പോസ്റ്റുമായി ഇതിനെതിരെ ഒരു പോസ്റ്റുമായി കാറിൽ കെട്ടി പെൺകുട്ടികളെ കന്യാസ്ത്രീകൾ കൊണ്ടുപോകുന്ന ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് എന്നത് വളരെ പ്രധാനമാണ്. കേരളത്തിലെ BJP ഇല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കും എന്നൊക്കെ വാക്ക് തരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഛത്തീസ്ഗഡിലെ BJP നിലപാടിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് തരത്തിലായിരിക്കും വിധി ഉണ്ടാവുക എന്നതിൽ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, അല്പസമയത്തിനകം വിധി വരും. ജഡ്ജി എത്തിയോ? എന്താണ് കോടതിയിൽ നടക്കുന്നത്? ധന്യ, ഇപ്പോൾ ദുർഗ് ജയിലിലാണ് ഉള്ളത്. നമ്മൾ ദുർഗ് ജയിലിൽ ഇപ്പോൾ കാണുന്നത് ഇടതു MPമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സന്തോഷ് കുമാർ MP, അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് MP, ജോസ് കെ മാണി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഇവർക്കൊപ്പം വന്ദന സിസ്റ്ററുടെ സഹോദരനെയും കാണാം. നമുക്ക് സന്തോഷ് കുമാർ MPയോട് സംസാരിക്കാം. ഛത്തീസ്ഗഡ് BJPയുടെ ചില പോസ്റ്റുകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് BJPയുടെ ഈ അപമാനകരമായ പോസ്റ്റിന് എതിരെയുള്ള പ്രതികരണത്തോടുകൂടി ഞങ്ങളെ CPI സോഷ്യൽ മീഡിയക്കകത്ത് അത് ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലും എക്സിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് BJP, വേറെ ഒരു ഇതിന്റെ കാര്യമില്ല. ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള മുതലക്കണ്ണീർ ഒഴുക്കിയാലും ഇതാണ് എന്നത് ഉറപ്പായിട്ട് തെളിയിച്ചു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരടിസ്ഥാനവും ഇല്ലാത്തൊരു കേസ്, ആ അടിസ്ഥാനമില്ലാത്ത കേസ് ഇങ്ങനെ കൊണ്ടുപോയി ഇത് നാട്ടുകാർക്കെല്ലാം കാര്യം മനസ്സിലായി. ഇതിനകത്ത് ഒരു വസ്തുതയില്ല എന്നുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഇവർ ഈ പോസ്റ്റർ ഇറക്കുന്നത്. ഇത് കണ്ട് ഉന്മാദിതരാകുന്ന ആളുകളാണ് ഇവരുടെ അനുയായികൾ എന്ന് പറയുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ വാക്കിന് തന്നെ വിരുദ്ധമായി, ആഭ്യന്തരമന്ത്രിയുടെ വാക്കിന് വിരുദ്ധമാണ് എന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഇവർ പലതും പരസ്പരം പറയുന്നതുകൊണ്ട് ഇവർക്ക് ഈ കാര്യങ്ങൾ ഒരു വ്യക്തതയില്ല. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, പുള്ളിക്ക് അതിന്റെ പുള്ളികൾ മായ്ക്കാൻ പറ്റില്ല, മറക്കാൻ മാത്രമേ പറ്റൂ തൽക്കാലത്തേക്ക്. അതാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. അപ്പൊ അത് ഒന്നുകൂടെ ഇന്ന് തെളിച്ചു കാട്ടപ്പെട്ടു. പൊളിഞ്ഞുപോയി അവരുടെ ദൗത്യങ്ങളെല്ലാം. അവസാന ഘട്ടത്തിലാണ് ജാമ്യം അപേക്ഷ എപ്പോൾ വേണോ എടുക്കാം. അപ്പോൾ എങ്ങനെ പ്രതീക്ഷകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു വളരെ പെട്ടെന്ന് അതിന്റെ ഇത് വരും. എന്തായാലും ഇപ്പോൾ BJPയുടെ പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ട്. അവസാന നിമിഷവും സംസ്ഥാനത്തെ BJP നേതാക്കൾക്ക് വിരുദ്ധമായി തന്നെയാണ് ഛത്തീസ്ഗഡിലെ BJP പറയുന്നത്. എന്താണ് BJPക്ക് ഇത് സൂചിപ്പിച്ചതുപോലെ ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ രാജ്യത്ത്. അതിന്റെ ഒരു ആവർത്തനം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഭാവിയിൽ അത് കേരളത്തിലും വരും, അതിനൊന്നും സംശയമില്ല. അപ്പോൾ ആ ഒരു ആവർത്തനം, ഇതല്ലാതെ ഒരു സ്ഥലത്ത് ഒരു നയം മറ്റൊരു സ്ഥലത്ത് മറ്റൊരു നയമല്ല, ഒരേ നയമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ ന്യൂനപക്ഷത്തിന്, ക്രൈസ്തവ സമൂഹത്തിന്, പ്രത്യേകിച്ച് സന്യസ്തർക്കൊക്കെ അവരുടെ വേഷം ധരിച്ച് അല്ലെങ്കിൽ അവരെ തിരുവസ്ത്രം ധരിച്ച് പുറത്തേക്ക് പോകാൻ പോലും പേടിയായി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതൊക്കെയാലും ഇതൊരു വലിയ പോരാട്ടമാണ്, വലിയൊരു സന്ദേശമാണ് രാജ്യത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് നിന്ന് ഈ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്ന് രണ്ട് സന്യസ്തരുടെ, കന്യാസ്ത്രീകളുടെ അവരുടെ മോചനം മാത്രമല്ല, ഇത് ന്യൂനപക്ഷത്തിന്റെ മോചനമാണ്. അതിനുള്ള പോരാട്ടം. എന്തായാലും പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന പ്രതിപക്ഷ MPമാർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. വന്ദന സിസ്റ്ററുടെ സഹോദരൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കൂടി നമുക്ക് തേടാം. ജോസഫ് സാറ്, അവസാന നിമിഷമാണ്. ഇനിയിപ്പം ജാമ്യാപേക്ഷ എപ്പോൾ വേണം? എങ്ങനെയാണ് അവസാന നിമിഷത്തിൽ പ്രതീക്ഷ? നല്ല പ്രതീക്ഷയിലാണ്. ഇന്നലെയൊന്നും സഹോദരിയെ കണ്ടിട്ടില്ല ജയിലിന്റെ അകത്ത് 2 ദിവസമായിട്ട്. ഇപ്പൊ ഇന്ന് ജയിലിന് പുറത്തു വെച്ച് കാണാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ്. എപ്പോൾ വരുമെന്ന് വല്ലതും പറഞ്ഞിരുന്നു? എന്തെങ്കിലും അത് പറഞ്ഞിട്ടില്ല. 11:30ക്കാണ് അവിടെ വിധി വരുന്നതെന്ന് പറഞ്ഞു. 11:30 കഴിഞ്ഞല്ലേ? വിവരമെല്ലാം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അത് കാത്തിരിക്കുന്നു. എന്തായാലും വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ. കഴിഞ്ഞ 8 ദിവസമായി കന്യാസ്ത്രീകൾ ഇവിടുത്തെ ദുർഗ് ജയിലിൽ തുടരുന്നുണ്ട്. അതേസമയം BJPയുടെ ഈ അവസാന ഘട്ടം വന്ന സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ BJPയുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. കേരള BJPയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി, അതായത് അവർ ആദ്യം തൊട്ട് പറയുന്നത് മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് കേരളത്തിലെ BJP നേതാക്കൾ ആവർത്തിക്കുമ്പോഴും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ നിലപാട് മറ്റൊന്നായിരുന്നു, ഛത്തീസ്ഗഡിലെ BJP നേതാക്കൾ എടുത്ത നിലപാട് മറ്റൊന്നായിരുന്നു. ആ നിലപാട് അവസാന നിമിഷം പോലും അവരുടെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. കാരണം കന്യാസ്ത്രീകൾ
ദൃശ്യങ്ങൾ, ഇത്തരത്തിൽ പെൺകുട്ടികളെ കയറുകൾ കെട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു ഒരു വിമർശനമുണ്ടായത്. കോൺഗ്രസും കന്യാസ്ത്രീകളും ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്നവർക്കും അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് നടത്തുന്നവർക്കും എതിരെ എന്നതാണ് ചൂണ്ടി കാണിച്ചിരുന്നത്. എന്തായാലും അവസാന നിമിഷത്തെ വലിയ രീതിയിലുള്ള വിമർശനം, കാരണം ജാമ്യാപേക്ഷ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് ലംഘിക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ സഭയുടെ ചില അംഗങ്ങൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജാമ്യം ഇപ്പം അവസാന നിമിഷത്തിലേക്ക് പോവുകയാണ്. എന്താണ് ഇപ്പോൾ പ്രതീക്ഷ ഉള്ളത്? ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ പുറത്തിറങ്ങാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കഴിഞ്ഞ 8 ദിവസമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഞങ്ങളുടെ പ്രതീക്ഷയാണ്. ഇന്നത്തെ പ്രതീക്ഷ എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ അറിയാൻ സാധിക്കും. എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നുണ്ടോ അവിടെ? കോടതിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ? അവിടെ നിന്ന് ഇതുവരെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. 11:30 മണിക്ക് അതിന്റെ തുടങ്ങുമെന്നുള്ളൊരു അഭിപ്രായം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിലല്ലാതെ ഒന്നും വന്നിട്ടില്ല. കാരണം 8 ദിവസമായി വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പം അവസാന നിമിഷം ചില സമൂഹ മാധ്യമത്തിലൊക്കെ BJPയുടെ ചില പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിനെ വിമർശിച്ച്. അപ്പം ഈ അവസാന നിമിഷം എങ്ങനെയാണ് ഈ വിമർശനങ്ങളൊക്കെ കാണുന്നത്? അത് കാണും. ഞങ്ങളിപ്പോൾ സംസ്കാരമായ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമിത്ഷാജി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് വക്കീൽ ഇടപെടത്തില്ലെന്ന്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് വക്കീൽ ഇടപെട്ട് കഴിഞ്ഞു. ഇനി അവിടെ നീക്കം എന്താണെന്ന് അറിയുന്നില്ല. സെൻട്രൽ പറഞ്ഞു വിടാന്ന് പറഞ്ഞു, പക്ഷേ സ്റ്റേറ്റ് ഇതുവരെ അനുകൂലമായിട്ട് വന്നിട്ടില്ല. ആ കാരണത്താൽ ഞങ്ങൾക്കൊരു അപ്രതീക്ഷിതയോ ഇല്ലാതെയല്ല, ഞെട്ടുന്ന ഒരു റിസൾട്ട് കേൾക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതിയിൽ അടക്കമെടുത്ത നിലപാടിൽ ആശങ്കയും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൽ അല്പസമയത്തിനകം തന്നെ NIA കോടതി വിധി പ്രഖ്യാപിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. 8 ദിവസത്തെ ജയിൽവാസത്തിന് ഇന്ന് അവസാനമാകുമോ എന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. കാരണം വലിയ ദുരിതം ഈ കന്യാസ്ത്രീകൾ ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ട് ബജറംഗ് ദൾ പ്രവർത്തകർ ഇത്തരത്തിൽ ഇവിടെ കോടതിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ബജറംഗ് ദൾ പ്രവർത്തകർ പ്രതിഷേധിക്കും. ഇതിന് പിന്നാലെ അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്ത് കീഴ്ക്കോടതി അവരെ റിമാൻഡ് ചെയ്യുന്നു. പിന്നാലെ ഇത്തരത്തിൽ സെഷൻസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ ഇത് ഞങ്ങളുടെ പരിധിയിലല്ല, NIA കോടതിയിൽ പോകുമെന്ന് സെഷൻസ് കോടതി പറയുന്നു. പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുന്നു. പിന്നീട് വലിയ പ്രതിഷേധം, രാജ്യവ്യാപകമായി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോഴാണ് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഒരു ഇടപെടൽ വരുന്നതും ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്നെല്ലാം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും NIA കോടതിയിൽ ഇന്നലെ ജാമ്യാപേക്ഷ അടക്കം സമർപ്പിച്ചപ്പോഴും പ്രോസിക്യൂഷനും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്ത് വീണ്ടും എതിർപ്പുണ്ടായി. കസ്റ്റഡിയിൽ വേണമോ എന്നൊരു ചോദ്യത്തിന് ആവശ്യമില്ല എന്ന് മാത്രമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഉന്നയിച്ച കാര്യങ്ങളിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കന്യാസ്ത്രീകളുടെ കുടുംബവും അതുപോലെ തന്നെ സഭാ നേതൃത്വം അടക്കം ഈ ജയിലിലെത്തി അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ജാമ്യം നൽകി കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ കന്യാസ്ത്രീകൾ ദുർഗ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ ബിലാസ്പൂരിലുള്ള NIA കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ പോകുന്നത്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഡിജിറ്റലായി ആ ജാമ്യം നൽകിയ രേഖകൾ അയക്കും. അതിന് പിന്നാലെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ ജയിലിലേക്ക്, അതായത് ദുർഗിലെ ജയിലിലേക്ക് എത്തിക്കുന്ന ഒരു താമസം മാത്രമായിരിക്കുമുള്ള. എത്തിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുമെന്ന് ജയിൽ സൂപ്രണ്ട് തന്നെ MPമാർക്കടക്കം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് 8:30 വരെ, രാത്രി 8:30 വരെ ഈ രേഖകൾ എത്തിച്ചു കഴിഞ്ഞാൽ അതുവരെ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നതാണ് ഇപ്പോൾ ജയിൽ സൂപ്രണ്ട്മാർ അടക്കം വ്യക്തമാക്കിയത്.